പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ അടിസ്ഥാന പാഠാവലിയുടെ 7ാം ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആശയഗ്രഹണം. വായിക്കാം, എഴുതാം. അന്തി കറക്കുന്ന നേരമാണ് കൂടുതൽ വ്യസനം തോന്നുക. മഴ തുടങ്ങിയ ശേഷം ഇരുട്ട് നേരത്തെ പടർന്നു കയറും. തൊടിയിൽ നിറയെ വെള്ളം. കാരണം വ്യക്തമല്ലാത്തൊരു ഭീതി മനസ്സിൽ അങ്ങനെ അരിച്ചു കയറും. രാത്രിയിൽ മുത്താച്ചി കൂട്ടിന് വന്ന് കിടക്കാറുണ്ട്. പായ കണ്ട ഉടനെ മുത്താച്ചി ഉറക്കം തൂങ്ങും. വാതിലടച്ചു കിടന്നാൽ ഉറക്കം വരില്ല. ഉമ്മറത്തു നിന്ന് അനക്കം കേൾക്കുമ്പോഴെല്ലാം അവൾ ചെവിടോർക്കും. രാത്രിയിൽ അപ്പുണ്ണി വരില്ല. എന്നാലും ഓരോ അനക്കം കേൾക്കുമ്പോഴും ചെവിടോർത്തു പോവുകയാണ്. MTയുടെ 4 കെട്ട് എന്നതിലെ കുറച്ച് ഭാഗമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് താഴെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്? മനസ്സിൽ ഭയം വന്ന് നിറയുമെന്ന ആശയം വരുന്ന പ്രയോഗം ഏത്? എന്താണ് മനസ്സിൽ ഭയം വന്നു കയറും എന്ന് പറയുന്നത്? എന്താണ്? മനസ്സിലൊരു ഭീതി മനസ്സിൽ അങ്ങനെ അരിച്ചു കയറും. ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ടാമത്, അനക്കം കേൾക്കുമ്പോൾ അവൾ ചെവിടോർത്ത് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഓപ്ഷൻ ഡി, അപ്പുണ്ണിയുടെ വരവ് പ്രതീക്ഷിക്കുന്നത് കൊണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മൂന്നാമത്തത്, മനസ്സിൽ കൂടുതൽ വ്യസനം തോന്നുന്നത് എപ്പോഴാണ്? അന്തി കറക്കുന്ന നേരത്ത്, അല്ലെ? അന്തി കറക്കുന്ന നേരമാണ് കൂടുതൽ വ്യസനം തോന്നുക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യൻ, രാത്രിയെ പരാമർശിക്കുന്ന പ്രയോഗങ്ങൾ ഏതെല്ലാം? വാതിലടച്ചു കിടന്നാൽ ഉറക്കം വരില്ല. അന്തി കറക്കുന്ന നേരം. ഓരോ അനക്കം കേൾക്കുമ്പോഴും ചെവിടേർക്കും. ഇരുട്ട് പടർന്നു കയറുന്നു. ഇരുട്ട് പടർന്നു കയറുന്നു. അപ്പൊ രാത്രിയെ പരാമർശിക്കുന്നത് അന്തി കറക്കുന്ന നേരവും ഇരുട്ട് പടർന്നു കയറുന്നു എന്നുള്ളതുമാണ്. അപ്പൊ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് പ്രസ്താവന 2, 4 ശരി എന്നുള്ളതാണ്. മുത്താച്ചിയുടെ പ്രത്യേകത എന്തായിരിക്കും? പായ കണ്ട ഉടനെ ഉറങ്ങും എന്നാണ് അതിൽ പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പായ കണ്ടാൽ ഉടനെ ഉറങ്ങും എന്നാണ് പറയുന്നത്. പായ കണ്ട ഉടനെ ഉറങ്ങും. അതാണ് മുത്താച്ചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളെക്കുറിച്ച് പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ നാട്ടിലും വൈവിധ്യങ്ങളായ ആഘോഷങ്ങൾ നടക്കാറുണ്ടാവും. നിങ്ങൾ പങ്കെടുത്ത ഒരു ആഘോഷത്തിന്റെ അനുഭവം കുറിപ്പായി എഴുതുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉത്സവങ്ങൾ, പൂരങ്ങൾ, അല്ലേ, ഒക്കെ നടക്കാറുണ്ട്, അല്ലേ? ഓരോ പൂരങ്ങൾ നടക്കാറുണ്ട്, ഓരോ അല്ലേ, ഒരുപാട് ആഘോഷങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നടക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ പങ്കെടുത്ത, അല്ലേ, ഓണാഘോഷ പരിപാടികൾ നടക്കാറുണ്ട്. അല്ലാതെ ഒരുപാട് പൂരങ്ങൾ നടക്കാറുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾ പങ്കെടുത്ത ഒരു ആഘോഷത്തിന്റെ അനുഭവം കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ വൈവിധ്യങ്ങളായ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്? കടകൾ ഉണ്ടായിരുന്നു എന്നും, പിന്നെ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് കഴിച്ചു എന്നും, പിന്നെ അവിടുത്തെ ഓരോരോ ഇതുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതം തോന്നി എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് നിങ്ങളുടെ അനുഭവം കുറിപ്പായി എഴുതാവുന്നതാണ്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ ബർമാൻ വരച്ചു ചേർത്ത ഇലയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എന്തായിരുന്നു ആ ചിത്രം? ബർമാന്റെ ആത്മവിശ്വാസം കെടുത്തി. ജോൺസിക്ക് ജീവിതത്തോടുള്ള പ്രതീക്ഷ വർദ്ധിച്ചു. ചിത്രം ബർമാന്റെ മാസ്റ്റർ പീസായി പരിഗണിച്ചു. ഇതേതാണ്? 2ഉം 3ഉമാണ്. ജോൺസിക്ക് ജീവിതത്തോടുള്ള പ്രതീക്ഷ വർദ്ധിച്ചു. ചിത്രം ബർമാന്റെ മാസ്റ്റർ പീസായി പരിഗണിച്ചു. ഓപ്ഷൻ ബി ആണ് പ്രസ്താവന 2, 3 ശരിയാണെന്നുള്ളതാണ് ഉത്തരം. രണ്ടാമത്തെ സി ക്വസ്റ്റ്യൻ, രോഗബാധിതർ കിടന്നലറുമ കൂരകൾക്കു കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരത്തിലൊന്ന് പോകണം. രോഗബാധിതർക്ക് പ്രതീക്ഷ നൽകുവാൻ കവി ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്ക് ജീവിതൌഷധം നിറച്ച സ്നേഹം, അല്ലേ? അപ്പൊ ഓപ്ഷൻ എ ആണ്, സ്നേഹമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഒന്നിച്ചാൽ, നിലത്ത് വീഴും മഴനീർ തുള്ളികൾ ചിന്നിച്ചിതറും, പിന്നീടായവ ഒന്നിച്ചാലൊരു പുഴയായി തീരും. കരുത്തു നേടും പായും കരവഴി മാറും, തനിച്ചു നിന്നാൽ മൺതരി പാറും, ഒന്നിച്ചാലോ മലയായി മാറും. നമുക്ക് മലയത്ത് അപ്പുണ്ണിയുടെ ഒരു കവിതയാണ്. കവിത വായിച്ച ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എന്തെന്ന് നമ്മൾ ആദ്യം എഴുതണ്ടേ? മലയത്ത് അപ്പുണ്ണിയുടെ ഒന്നിച്ചാൽ എന്ന കവിത വളരെ മനോഹരമായ ഒരു കവിതയാണ്. ഇതിൽ പറയുന്ന ഈ കവിതയുമായി നമുക്ക് ബന്ധിപ്പിക്കാവുന്ന ഒരു പഴഞ്ചൊല്ലാണ് എന്തെന്ന് പറയുന്നത്? ഒത്തുപിടിച്ചാൽ മലയും പോരും.
ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒത്തുപിടിച്ചാൽ മലയും പോരും. അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പഴഞ്ചൊല്ല്. ഏറ്റവും ഇതിനോട് യോജിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ എന്താണ്? നമുക്ക് ഒരു മല പോലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൊക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഈ നിലത്ത് വീഴുന്ന മഴത്തുള്ളികൾ അതിങ്ങനെ ചിന്നി ചിതറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അല്ലേ? ചിന്നി ചിതറി ആദ്യം അവർ ഒറ്റയ്ക്കായിരിക്കും, പിന്നീട് അവ കൂടിച്ചേർന്ന ഒറ്റയ്ക്കായി ചേർന്നാൽ അതിന് വലിയ റോളൊന്നും വഹിക്കാനില്ല അല്ലേ? വലിയ പങ്കൊന്നും വഹിക്കാനില്ല. അവർ ഒറ്റയ്ക്കാണെങ്കിൽ വലിയ പങ്കൊന്നും വഹിക്കാനില്ല. അവർ ഒരുമിച്ച് ചേർന്നാൽ എന്തായി മാറും? ആ വെള്ളത്തുള്ളികളെല്ലാം ഒരുമിച്ച് ചേർന്നാൽ ഒരു പുഴയായി തീരും. പുഴയായി തീർന്നാൽ പുഴയ്ക്ക് നല്ലൊരു കരുത്ത് വരും അല്ലേ? പുഴയിൽ ഒരുപാട് വെള്ളം വന്നാൽ അത് പായും. ആ കര പോലും വഴി മാറിപ്പോകും അതിന് വേണ്ടിയിട്ട്. അത്രയും കരുത്തായിരിക്കും പുഴയായി മാറുമ്പോൾ. ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരെന്തായി മാറും? ഒരു പുഴയായി മാറും. തനിച്ച് നിന്നാൽ മൺതരി പാറും അല്ലേ? ഒന്നിച്ചാൽ എന്തായി മാറും? മലയായി മാറും. ഒന്നിച്ചാൽ ഒരു മല പോലെ ആയിട്ട് അവർ മാറും. അത്രയ്ക്കും ശക്തിയാണ്. അപ്പോൾ ഒരുമിച്ച് നിന്നാൽ എന്താണ്? ഒരുപാട് ശക്തിയായിട്ട് ഒരു ശക്തിയുള്ള ഒരു ഇതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറും. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്. ഒറ്റയ്ക്ക് എന്ത് പ്രശ്നമായാലും എന്ത് കാര്യങ്ങളായാലും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന പോലെ മഴത്തുള്ളികൾ ഓരോ തുള്ളികളാണെങ്കിൽ അതിന് വലിയ ശക്തി ഉണ്ടാവില്ല. പക്ഷെ അവിടെ ഒരുമിച്ച് ചേർന്നാൽ എന്തായിരിക്കും? വലിയൊരു മലയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ശക്തിയും കൂടും. അവർ കര പോലും അവരുടെ അടുത്ത് വഴിമാറി പോവും. അത്രയും കരുത്ത് അവർ നേടും എന്നാണ് പറയുന്നത്. ഇനി അല്ലെങ്കിൽ വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല, പാട്ട് പിറപ്പിലേ ഉണ്ട്. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ആദിവാസികളുടെ ജീവിതവും സംഗീതവും തമ്മിലുള്ള ബന്ധം വിശദീകരണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയാം അല്ലേ? ആദിവാസികൾ അവർ സംഗീതവുമായി ഒരുപാട് ബന്ധമുള്ളവരാണ്. അവരുടെ ഗോത്രവർഗ്ഗങ്ങൾക്ക് ഓരോ പ്രത്യേക സംഗീതങ്ങളുണ്ടാവും. അപ്പോൾ ഇവർക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല. പാട്ട് അവർ വായ്ത്താളം പോലെ ഇങ്ങനെ പാടി 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 ഓരോ തലമുറയും എന്താണ് അത് കൈവശമാക്കി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദിവാസികളുടെ അവരുടെ ജീവിതങ്ങളാണ് അവരുടെ ഓരോ പാട്ടുകളിലും ഉള്ളത്. അവിടുത്തെ ജീവിത സാഹചര്യവും അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എന്തുള്ളത്? അവരുടെ ആ സംഗീതത്തിൽ ഉള്ളത്. അപ്പോൾ ആദിവാസികളുടെ ജീവിതവും സംഗീതവും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്ത് അതുമായി ബന്ധപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പത്രാധിപർക്ക് ഒരു കത്താണ്. അറവു മാലിന്യം തള്ളുന്നതിനാൽ ചിറക്കേക്കര കുളവും ഉപയോഗശൂന്യമായി തുടങ്ങി. പണ്ടുകാലത്ത് നാട്ടുകാർ കുളിക്കാനും അലക്കാനും ഈ കുളമാണ് ഉപയോഗിച്ചിരുന്നത്. ഞങ്ങൾ നീന്തൽ പഠിച്ചതെല്ലാം ഈ കുളത്തിലായിരുന്നു. മീൻപിടുത്തക്കാർ നഞ്ചിട്ട് മീൻ പിടിക്കാൻ തുടങ്ങിയത് കുളത്തിന്റെ നാശവും തുടങ്ങി. കുളത്തിലേക്ക് ഇറങ്ങാൻ പോലും ആകാത്ത അവസ്ഥയിലാണ്. ഈ അവസ്ഥ വിവരിച്ച് പത്രാധിപർക്ക് ഒരു കത്ത് എഴുതുക. പത്രാധിപർക്ക് കത്ത് എഴുതുമ്പോൾ എന്താണ് നമ്മൾ ഫ്രം ടു അല്ലേ? എന്നിട്ട് എന്ത് എഴുതണം? ബഹുമാനപ്പെട്ട പത്രാധിപർക്ക് അല്ലേ? അതാണ് ഇൻട്രൊഡക്ഷൻ. ഫ്രം ടു അതായത് ആർക്കാണ്? പ്രേക്ഷകൻ പ്രേക്ഷിത അല്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട എന്താണ് പത്രാധിപർക്ക് എന്താണ് ഞങ്ങൾ ചിറക്കേക്കര ഗ്രാമത്തിലെ ജനങ്ങൾ അങ്ങേക്ക് നൽകുന്ന ഒരു എന്താണ് ചിറക്കേക്കര ഗ്രാമത്തിലെ ആളുകൾ കൂടി ചേർന്ന് എഴുതുന്ന ഒരു കത്താണ് അല്ലേ? എന്താണ്? അറിവ് മാലിന്യം തള്ളുന്നതിനാൽ ഞങ്ങളുടെ ചിറക്കേക്കര കുളവും ഉപയോഗശൂന്യമായി തുടങ്ങി. പണ്ട് കാലത്ത് നാട്ടുകാർ കുളിക്കാനും അലക്കാനും ഒക്കെ ഈ കുളമാണ് ഉപയോഗിച്ചിരുന്നത്. ഞങ്ങൾ നീന്തൽ പഠിച്ചതൊക്കെ ഈ കുളത്തിൽ ആയിരുന്നു. മീൻ പിടുത്തക്കാർ നഞ്ചിട്ട് മീൻ പിടിക്കാൻ തുടങ്ങിയവിടെ കുളത്തിന്റെ നാശം തുടങ്ങി. കുളത്തിലേക്ക് ഇറങ്ങാൻ പോലും ആകാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഈ അവസ്ഥ ഉപയോഗിച്ച് അങ്ങ് എന്താണ് ഒരു വാർത്ത തയ്യാറാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ അവസ്ഥ എന്താണ് ഉന്നതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വാർത്ത നൽകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥ അപ്പം അങ്ങനെയും പറഞ്ഞിട്ട് അങ്ങ് ഇത് വാർത്ത കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം എന്താണ് ചിറക്കേക്കര ഗ്രാമവാസികൾ എന്നല്ലെങ്കിൽ ആരെങ്കിലും പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കത്ത് തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. അപ്പോൾ ഒരു പത്രാധിപർക്ക് എഴുതുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട പത്രാധിപർ എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാർ എന്നും പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇതിൽ തന്നെ ഉണ്ട് അല്ലേ? ഇവിടം വരെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നോക്കിയിട്ട് എഴുതാവുന്നതാണ്. അടുത്തത് അല്ലെങ്കിൽ ഇമെയിൽ തയ്യാറാക്കാനാണ്.
പൊന്മാനുകളുടെ ഗ്രാമത്തിൽ മീനുകളെല്ലാം ചത്തുടങ്ങിയ കാഴ്ച കണ്ടില്ല. നിങ്ങളുടെ ഗ്രാമത്തിലെ മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഇമെയിൽ സന്ദേശം തയ്യാറാക്കാം. അപ്പോൾ ഇമെയിൽ സന്ദേശം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആദ്യം ആർക്കാണ് അല്ലേ, അപ്പോൾ എന്തെങ്കിലും gmail.com മെയിൽ എഴുതുമ്പോൾ നമ്മൾ അല്ലേ മെയിൽ ഐ ഡി വയ്ക്കുക. പിന്നെ എന്താണ് വിഷയം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വിഷയമാണ്? വിഷയം എന്ന് പറയുന്നത് എന്താണ്? മാലിന്യ പ്രശ്നം അല്ലേ, ഗ്രാമത്തിലെ മാലിന്യ പ്രശ്നം. അപ്പോൾ ആർക്കാണ് അയക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് @gmail.com അതാണ് ഇവിടെ വേണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് @gmail.com. വിഷയം എന്ന് പറയുന്നത് എന്താണ്? മാലിന്യ പ്രശ്നം, ഗ്രാമത്തിലെ മാലിന്യ പ്രശ്നം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഹുമാനപ്പെട്ട സർ എന്താണ് പൊന്മഴകളുടെ ഗ്രാമത്തിൽ മീനുകളെല്ലാം ചത്തൊഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം അല്ല, നമ്മുടെ ഗ്രാമത്തിലാണ്, നിങ്ങളുടെ ഗ്രാമത്തിലെ മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പം നമ്മുടെ ഗ്രാമത്തിൽ എന്തെല്ലാം പുഴകളിൽ ആൾക്കാർ കൊണ്ടുപോയി മാലിന്യം തള്ളി പുഴയിൽ എന്ത് ചെയ്യുന്നു, മീനുകളൊക്കെ ചത്തൊടുങ്ങുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഗ്രാമത്തിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാലിന്യം കൊണ്ടുപോയിട്ട് അവിടെ മണം വളരെയധികം രൂക്ഷമായിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, അപ്പോൾ ഇതിനൊരു നടപടി എടുക്കണം എന്നും പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ഇമെയിൽ സന്ദേശം അയക്കാനാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗ്രാമത്തിലെ മാലിന്യ പ്രശ്നങ്ങളാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇമെയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു gmail.com പിന്നെ വിഷയം എന്ന് പറയേണ്ടത്. വിഷയം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ മാലിന്യ പ്രശ്നം, ഇന്ന ഗ്രാമത്തിലെ മാലിന്യ പ്രശ്നം എന്ന് എഴുതാം. അടുത്ത 5ാമത്തെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. അവൾക്ക് എന്നെങ്കിലും നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവസാനത്തെ ഇല്ല എന്ന പാഠഭാഗത്ത് ജോൺസിയെ കുറിച്ച് സിയു പറയുന്ന വാക്കുകളുണ്ടാവാം. പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ജോൺസിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ജോൺസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവളുടെ കഥയിലെ ഈ കഥ ആരുടെയാണ്, ഈ കഥ എഴുതിയത് ആരാണ്, അവളുടെ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുകയാണ് വേണ്ടത്. അടുത്ത 6ാമത് തലക്കെട്ടിൻ്റെ ഔചിത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന കഥയുടെ തലക്കെട്ട് ബർമാൻ്റെ മാസ്റ്റർ പീസ് എന്നാക്കി മാറ്റിയാൽ കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട്, ഔചിത്യം വ്യക്തമാക്കുക. അവസാനത്തെ ഇല എന്ന തലക്കെട്ട് പോലെ തന്നെ ബർമാൻ്റെ മാസ്റ്റർ പീസ് എന്നുള്ളതും എന്താണ് ഈ കഥയ്ക്ക് വളരെയധികം അനുയോജിക്കുന്ന തലക്കെട്ടാണ്. നമ്മൾ മുമ്പിൽ വായിച്ചല്ലോ അല്ലേ, എന്താണ് ഈ അവസാനത്തെ ഇല കൊഴിഞ്ഞതിന് രാത്രി ബർമാൻ വരച്ചു ചേർത്ത ഇലയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്നുള്ളത്. ചിത്രം ബർമാൻ്റെ മാസ്റ്റർ പീസായി പരിഗണിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ബർമാൻ വരച്ചു ചേർത്ത ഇല ചിത്രം ബർമാൻ്റെ മാസ്റ്റർ പീസായിട്ട് പരിഗണിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അതെന്താണ് ആ കഥയ്ക്ക് ആ തലക്കെട്ട് വളരെയധികം അനുയോജ്യമാണ്. അവസാനത്തെ ഇല എന്ന പോലെ തന്നെ ബർമാൻ്റെ മാസ്റ്റർ പീസ് എന്ന തലക്കെട്ടും ഇതിന് അനുയോജ്യമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.